ദിവസമായിട്ട് ഇയാൾ എന്റെ പുറകെ മണത്തോണ്ട് നടക്കുന്നു. ഒരു സ്വൈരം തരത്തില്ല. അതിനാല് വേണ്ടാതീനം വല്ലതും പറഞ്ഞോ? വേണ്ടാതീനം അല്ലാണ്ട് പിന്നെ എന്തോന്നാ? അയാള് പറയുന്ന കേട്ടില്ലേ, നമുക്ക് ഒരുമിച്ച് കഴിയാമെന്ന്. അതിപ്പോ അങ്ങനെയല്ലേ വേണ്ടത്? വേലയിൽ ജീവിക്കുന്ന ആണാപ്പുറന്ന ഒരുത്തൻ ഒരുമിച്ച് കഴിയാന്ന് പറഞ്ഞതാ നിനക്കിപ്പോ കുറ്റം? ഓ വെറുതെയാ ചേച്ചി, ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് അടുത്തു കൂടുന്നവരെ സൂക്ഷിക്കണം. നിനക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നും. ഈ ചോരയും തിളപ്പൊന്നും എന്നും ഇങ്ങനെ നിൽക്കത്തില്ല. നല്ലൊരു വേലക്കാരൻ നേരെ നിറയായിട്ട് വന്ന് ചോദിക്കുമ്പോൾ നിന്റെ മൂശാട്ട കാണിച്ചേക്കരുത്, പറഞ്ഞേക്കാം. ഞാനിവളെ പൊന്നുപോലെ നോക്കും ചേച്ചി. ആരുമില്ലാത്ത എനിക്ക് ഇവളും തുണയാവും. കുഞ്ഞു പെണ്ണെ, നിന്നെ മുല്ലപ്പൂ മണക്കുന്നുണ്ട്. ഇഷ്ടമാണോ ഈ മണം? പെരുത്തിഷ്ടമാ. ഞാൻ എന്നും സന്ധ്യയ്ക്ക് കുളിച്ച് മുല്ലപ്പൂ ചൂടും. ഇയാൾ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എനിക്കറിയാം. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർക്കണം, നമ്മളിപ്പോ ഭാര്യയും ഭർത്താവുമാ. ഇതിനു മുമ്പുള്ള കാര്യമൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കരുത്. ശരിയാ, ഞാൻ ചോദിക്കത്തില്ല. പപ്പൂട്ടി ചേട്ടാ, ഞാൻ ഭാര്യയും ചേട്ടൻ ഭർത്താവും അല്ലേ? അത് നമ്മൾ തീരുമാനിച്ച കാര്യമല്ലേ. എന്നാ പിന്നെ ഒന്നിങ്ങോട്ട് അടുത്ത് കിടന്നേ. ചേട്ടൻ എന്നും എന്നോട് ഇതുപോലെ സ്നേഹമായിട്ടിരിക്കുവോ? എൻ്റെ കുഞ്ഞു പെണ്ണിനെ ഞാൻ എന്നും എന്നും സ്നേഹിക്കും. തീർച്ച? തീർച്ച. എങ്ങോട്ടാടി നീ ആരാണ്ടോ വിളിച്ചോലെ പോന്നെ? ഞാൻ വേലയ്ക്ക് പോവുക. വേലയ്ക്കോ? അതെ, വേലയ്ക്ക്. റോഡ് പണി നടക്കുന്നിടത്ത് കല്ല് ചുമക്കാൻ. അപ്പൊ നിന്റെ ആമർന്നോനോ? അയാള് ചന്തയില് ചുമട് ചുമക്കാൻ പോവും. അപ്പൊ നിനക്ക് സുഖവാ അല്ലയോ? ആ, അതിനും വേണം ഒരു ഭാഗ്യം. പോട്ടെ ചേച്ചി. എന്തിനാടി നീ ഈ വിലയ്ക്ക് വന്നത്? ഇനി ഞാൻ ജോലി ചെയ്യാൻ പോവാ. നല്ലതാ പെണ്ണെ, ജോലി ചെയ്ത് ജീവിക്കേ. കുഞ്ഞിപ്പെണ്ണങ്ങ് വാടി.
ഇതിന്റെ വല്ലതും പാടുണ്ടോ? നിനക്ക് ആവശ്യമുള്ള കാശ് ഞാനങ്ങ് എത്തിക്കത്തില്ലയോ? എന്നോടത് പറയരുത്. എനിക്കൊരാളുണ്ട്. ഓ, അപ്പൊ അതാ കാര്യം. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. നിനക്ക് ഈ പണി പറ്റുമോ വിടുമ്പി പെണ്ണെ? പറ്റും. വെയിലുകൊണ്ട് നീ കറക്കും. കറക്കട്ടെ. ചായ. വേലയ്ക്ക് പോയിട്ടേ എങ്ങനെയിരുന്നു? എൻ്റെ ചേച്ചി, മേലാകെ ഒരു കഴപ്പും വേദനയുമാ. ഒന്ന് എവിടെങ്കിലും കിടന്നാ അപ്പം ഉറങ്ങും. എന്നാലും മനസ്സിനൊരു സുഖമാ ചേച്ചി. കൂലി എന്തോ കിട്ടി? കൂലിയൊക്കെ കുറവാ, 1 രൂപ. അയാളെ വിശ്വസിക്കാവോടി? വിശ്വസിക്കാൻ ചേച്ചി, നല്ല സ്നേഹമുള്ളവനാ. അപ്പം നീ രക്ഷപ്പെട്ടടി. ഇനി ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. എന്ത് കഷ്ടപ്പാടായാലും അത് മതി. അത് മതി, അതാ നല്ലത്. ഞാനത് നിശ്ചയിച്ചു. ഇനി ഇങ്ങനെ കടത്തിണ്ണെ കിടക്കരുത്. ഒരു ആമ്പുറന്ന അടുത്തുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു കൂര വേണം. നിനക്കിപ്പോ ഒരു ആമ്പുറന്നോനുണ്ട്, അപ്പൊ ഒരു വീടുണ്ടാവും. ഒരു പിടി ഞാറ് പറിച്ചേ ആദിത്യം കതിരേലേ. ആരാടാ നീ? ഞാനാ. ഞാനാരാടാ? പപ്പുക്കുട്ടിയാ. ആ, പോടാ. ആദിത്യം കതിരേലേ ഒരു പിടി ഞാറ് പറിച്ചേ ആദിത്യം കതിരേലേ ഒരു പിടി ഞാറ് പറിച്ചേ. വേലയെടുത്ത് ആകെ ക്ഷീണിച്ചു പോയല്ലോ. പെണ്ണുങ്ങളെ കല്ല് ചുമക്കാനായി ചേച്ചി ക്ഷീണിച്ചു പോയിന്നാ പറയുന്നേ. ജോലി ചെയ്താ പിന്നെ ക്ഷീണിക്കത്തില്ലയോ? അല്ലാണ്ട് എങ്ങനെ വല്ലതും തിന്നുന്നേ? ആമ്പറന്നോന് അവക്ക് വേണ്ടത് അന്വേഷിച്ചു കൊടുക്കണം, അതാ മുറ. അതിന് കാലം വരട്ടെ. കാലം വരുമോ നോക്കട്ടെ. എൻ്റെ ദൈവമേ, ഈ കല്ലുകൊട്ടയ്ക്ക് എന്തൊരു ഭാരമാ. ആട്ടെ, എന്ത് കിട്ടി? നമുക്കിന്ന് എന്തോ കിട്ടി. എനിക്ക് 1.25 രൂപ കിട്ടി. എനിക്ക് കിട്ടിയത് ഇതാ. ഇതിനു വേണ്ടിയാ കരിങ്കല്ല് ചുമന്ന് കട്ടുപൊട്ടിക്കുന്നെ? ഇതിലും കുറച്ചേ കിട്ടിയുള്ളെങ്കിലും പോണം. കടത്തിണ്ണയിലിരിക്കണ്ട. അത് ശരിയാ. നിങ്ങൾ ആമ്പ്രന്നോനും പെമ്പ്രന്നോളും ഇരിക്കണേ, ഞാൻ പോന്നു. അവരെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു. അതാ ഞാൻ വിചാരിച്ചേ. എനിക്കൊന്ന് കുളിക്കണം. എനിക്കും കുളിക്കണം. എന്നാ വാ, നമുക്ക് ആറ്റിപ്പോയി കുളിക്കാം. ഒന്ന് മുങ്ങിക്കുളിച്ച ഒരു സുഖമാ. വഴിന്ന് മാറ്. അവളെ കയറി നോന്നു പോയല്ലോ. എന്നുപോലാടി നീ പതിവ്രതയായത്? പതിവ്രത വിട്ടേരാവുസപ്പച്ച, അവക്കിപ്പോ ഒരു സ്ഥിരക്കാരൻ വന്നു കൂടിയിട്ടുണ്ട്. ഏത് പന്ന നാറിയാടി നിന്റെ മറ്റവൻ? അനാവശ്യം പറയരുത്. പറഞ്ഞാ നീ എന്തോ ചെയ്യുമെന്നാ?
അടിച്ച് പല്ല് പറിക്കും ആണുങ്ങള്. നീ അത്രയ്ക്കായോടി അവള് പോട്ടെ ഔസപ്പച്ച, ഈ നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലേ? നീ പോയി നിന്റെ മറ്റവനെയും വിളിച്ചോണ്ട് പാടി. എനിക്ക് അവനെ ഒന്ന് കാണണം. ചെല്ലടി എന്തിയേനി. പോട്ടെ ഔസപ്പച്ച, അവള് പോയി തൊലയട്ടെ. വാ, നമുക്ക് ഓരോ ഗ്രാമം കൂടി അടിച്ചിട്ട് വരാം. വാ, ഹാ, ഇങ്ങോട്ട് വാന്ന്, ഇങ്ങോട്ട് നടന്നേ. ആണ്ട പോയി. ഓ, എവിടെ നോക്കിയത്? ആ, ഞാൻ അങ്ങോട്ട് കഴിച്ചു. ആരാടാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാനാടാ. എടാ, കള്ളു കുടിച്ചാ വയറ്റേ കിടക്കണം. പെണ്ണുങ്ങളെ വഴി നടത്തത്തില്ല അല്ലയോ? നീ ചെവി നുള്ളിക്കോടാ നാറി. ഇതിന് ഞാൻ പകരം ചോദിക്കും. ആ കൊള്ള നല്ല സ്ഥലമാണല്ലോടാ കണ്ടുപിടിച്ചത്. ഇവള് ഭയങ്കരിയാ അറിയോ? ടൗൺ മുഴുവനും അങ്ങ് പൊടി പൊടിക്കുക. നീ ആരാടാ? ഞാനിവിടെ ഭർത്താവാ. അതേടാ അതെ, അവിടെ മാറാൻ. ആലപ്പുഴ പോലീസ് സ്റ്റേഷൻ ക്രൈം 1121 36. പേര്? കുഞ്ഞുവണ്ണ്. തൊഴിൽ? റോഡ് പണിയാ. അച്ഛൻ്റെ പേര്? അമ്മയുടെ പേര്? ഭാർഗവി. വാസസ്ഥലം? പകുതി? മുറി? വീട്ടുപേര്? പേര്? പപ്പുക്കുട്ടി. തൊഴിൽ? ചുമട്ട് തൊഴിലാളിയാ. അച്ഛൻ്റെ പേര്? അറിഞ്ഞൂടാ. വാസസ്ഥലം? പകുതി? മുറി? വീട്ടുപേര്? വീടില്ല, കടത്തിണ്ണയിലാ അന്തി ഉറങ്ങുന്നത്. 1121 മിഥുനമാസം 15-ാം തീയതി രാത്രി 11:30 മണിക്ക് ആലപ്പുഴ പകുതിയിൽ കൊച്ചുകടവ് വടക്കേ തെരുവിലെ ദാമോദരൻ പിള്ളയുടെ മൊത്തവ്യാപാരം കടത്തിണ്ണയിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവിഹിത വേഴ്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒന്നാം സാക്ഷിയാൽ കാണപ്പെടുകയും
കയ്യോടെ കസ്റ്റഡിയിൽ എടുക്കപ്പെടുകയും കോടതി മുമ്പാകെ ഹാജരാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാകുന്നു എന്നുള്ളത് പ്രതികളുടെ പേരിലുള്ള അന്യായം വായിച്ചു കേട്ടോ? കേട്ടു. അതെന്തെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ? ഞങ്ങള് അവസരിക്കുകയല്ലായിരുന്നു. ഞങ്ങള് ഭാര്യയും ഭർത്താവുക. No home, no hometown, no parents, and they claim to be husband and wife. അസന്മാർഗികളായ ഈ കൂട്ടങ്ങൾ ഇതും ഇതിലപ്പുറവും ഭാവിക്കും. പ്രതികൾക്ക് ജാമ്യക്കാരുണ്ടോ? രണ്ടുപേരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. രാത്രി 11:30 മണിക്ക് പൊതുനിരത്തിനോട് ചേർന്നുള്ള കടത്തിണ്ണയിൽ അനാശാസ്യത്തിൽ ഏർപ്പെട്ടിരുന്ന ഇവരെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കയ്യോടെ പിടിച്ചതും നിൽക്കക്കള്ളിയില്ലാതെ ഇവൾ ഡ്യൂട്ടി ചെയ്യുന്നത് വിഘാതപ്പെടുത്തിക്കൊണ്ട് എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചതും കോടതി സമക്ഷം ബോധിപ്പിച്ചുകൊള്ളുന്നു. സാക്ഷിയോട് വല്ലതും ചോദിക്കാനുണ്ടോ? ഞങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ? അല്ല, നിങ്ങൾ വിവാഹം കഴിച്ചവരല്ല. രണ്ടാം സാക്ഷി പുഴയ്ക്കൽ ഇട്ടിയവരാമകൻ ഔസേപ്പ്. ദൈവം സാക്ഷിയായി ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം ബോധിപ്പിച്ചുകൊള്ളാം. ഈ പ്രതികളെ നിങ്ങൾക്കറിയാമോ? അറിയാം. ഈ കേസിലെ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവള് കുഞ്ഞു പെണ്ണ്, ഒരു തെരുവ് വേശിയാ. ഈ പപ്പുക്കുട്ടി ഏതോ നാട്ടിൽ നീയുടെ ടൗണിലെത്തിയ ഒരു റൗഡിയാ. കേസിലെ സംഭവം ഞാൻ നേരിട്ട് കണ്ടതാ യജമാനെ. നിങ്ങൾക്ക് ഈ സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വാദിഭാഗം തെളിവ് കേട്ടല്ലോ. പ്രതികൾക്കെതിരായി സാക്ഷികൾ പറഞ്ഞതിനെക്കുറിച്ച് വല്ലതും ബോധിപ്പിക്കാനുണ്ടോ? ഞങ്ങൾ ഭാര്യയും ഭർത്താവുക. മിഥുനമാസം 15-ാം തീയതി രാത്രി 11:30 മണിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് വടക്കേ തെരുവിലെ കടത്തിണ്ണയിൽ വെച്ച് കണ്ടതായി തെളിവുണ്ട്. എന്താണ് പറയാനുള്ളത്? ശരിയാ, ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാ. എന്ന് എവിടെ വെച്ച് നിങ്ങളുടെ വിവാഹം നടന്നു? ഉത്തരം പറയൂ. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. പ്രതിക്ക് തെളിവുണ്ടോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയുന്നു. അതിന് തെളിവുണ്ടോ?
പ്രതികൾ കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇരുവർക്കും 15 ദിവസത്തെ തടവ് വിധിച്ചിരിക്കുന്നു. ഉള്ളത് പറയാമല്ലോ. ഇന്ന് ഈ വീട് നടത്തിക്കൊണ്ട് പോകുന്നത് അവളാ. എനിക്ക് വയ്യാണ്ടായപ്പോൾ മുതൽ ചെറുപ്രായത്തിലേ അവൾ വേലയ്ക്ക് പോകാൻ തുടങ്ങി. അവളും അവിടെ അമ്മയും കൂടെ ജോലി ചെയ്താ മരുന്നും കഷായവും വാങ്ങിച്ച് എന്നെയും പോറ്റിക്കൊണ്ട് പോകുന്നത്. ഇപ്പോഴത്തെ പെമ്പിള്ളേരെ കൂട്ടൊന്നുമല്ല അവൾ. ഒറ്റ കാശ് വെറുതെ കളയത്തില്ല എന്ന് മാത്രമല്ല, ചെലവിൽ നിന്നൊരു തുക മിച്ചം വെച്ച് ചിട്ടിയും അടയ്ക്കുന്നുണ്ട്. പെമ്പിള്ളേർ സമ്പാദിക്കുകയും ചുമതല ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നത് വീട്ടിലുള്ളവർക്ക് നല്ലതാ. പക്ഷെ ഫലത്തിൽ അതവർക്ക് ദോഷമായിട്ട് വരും. ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കുന്ന കാര്യം നമ്മൾ തരം പോലെ അങ്ങ് മറന്നു കളയും. കുട്ടപ്പൻ പറഞ്ഞത് വാസ്തവമാ. പക്ഷെ ഇവളുടെ കാര്യത്തിൽ അങ്ങനല്ല. വരുന്ന ഓരോ ആലോചനയും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെന്നൊക്കെ അസൂയക്കാർ പറയുന്നത്. എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. എന്തായാലും ഇനിയും താമസിപ്പിച്ചുകൂടാ. ഞങ്ങളുടെ കരയിൽ എനിക്കറിയാവുന്ന ഒരു കൊച്ചനുണ്ട്. ബോട്ട് ചെട്ടിയുടെ അടുത്ത് കടത്തുവാ. നല്ല പരിശ്രമിയാ. ഇപ്പം തന്നെ സാമാന്യം കഴിയാനുള്ള സമ്പാദ്യമൊക്കെ അവനുണ്ടാക്കിയിട്ടുണ്ട്. അമ്മയ്ക്കൊരു മോനാ. പറഞ്ഞു വരുമ്പോൾ ബന്ധുക്കളായിട്ട് വരും. ഏതാലോചന വന്നാലും ഇപ്പം വേണ്ട എന്ന് അവനങ്ങ് തള്ളിവിടുക. അവൾ ഏത് വീട്ടിൽ കയറി ചെന്നാലും അവിടെ ഐശ്വര്യമായിരിക്കും. എന്നാ പിന്നെ നമുക്കൊന്ന് ആലോചിച്ചാലോ? കുട്ടപ്പൻ പറയുന്നത് നല്ലതിനായിരിക്കും, എനിക്കറിയാം. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ സമാധാനമാണ്. എടി, നിനക്ക് ചെറുക്കനെ പിടിച്ചോ? എടി പറ, അവർക്ക് പോണം. ബോട്ട് വരാൻ സമയമായി. നിനക്ക് ചെറുക്കനെ പിടിച്ചോ? നീ ചെറുക്കനെ കണ്ടോ? കണ്ടില്ലയോടി? നന്നായി പോയി. ഇനി ചെറുക്കനെ അടുക്കള വിളിച്ചോണ്ടെന്ന് കാണിക്കാൻ പറ്റുമോ? അവർക്ക് പോകാൻ സമയമായി. മുള്ളേ നിൽക്കുക. അങ്ങനെ മുള്ളേലൊന്നും ആരും നിൽക്കണ്ട. ഇതങ്ങനെ ഓടിപ്പിടിച്ച് നടത്തേണ്ട കാര്യമൊന്നും അല്ല. കാലമൊക്കെ മാറി. ചെറുക്കന് പെണ്ണിനെയും പെണ്ണിന് ചെറുക്കനെയും പിടിക്കണം. കല്യാണമാ. എന്നെന്നും അവർ ഒരുമിച്ച് കഴിയേണ്ടതാ. ദേ നോക്കടി, ഇതാ ചെറുക്കൻ. നിനക്ക് പിടിച്ചോടി? ഇതെന്തൊരു ചോദ്യവാ? അവക്കിഷ്ടവാ.
വലതുകാല് വെച്ച് കയറിക്കൊള്ളൂ. ഒരുപാട് സ്ഥലത്തൊക്കെ പോയി പെണ്ണ് കണ്ടതാ. ആ ശരിയാ. കണ്ടതൊന്നും അവനങ്ങോട്ട് പിടിക്കത്തില്ലായിരുന്നു. ഒറ്റ മോളാ, വല്ലാത്ത നാണാണല്ലോ. ശരിയാ. ഇവിടെ ഒറ്റ മോനാ. ഞാൻ കടയിലോട്ട് പോന്നേ അമ്മേ. ഇന്നിപ്പോഴോ? ഇന്ന് നല്ല കച്ചവടം നടക്കുന്ന ദിവസമാ. പള്ളിയിൽ പെരുന്നാളാ. അവൻ അങ്ങനെ ഒരു കാശ് കളയത്തില്ല, കള്ളു കുടിക്കത്തില്ല, കൂട്ടുകൂടി നടക്കത്തില്ല, ഒരു ബീഡി പോലും വലിക്കത്തില്ല. അങ്ങനെ അവനെ ഞാൻ വളർത്തിയിരിക്കുന്നത്. അയ്യോ, നിലവിളക്ക് കരിന്തിരി എരിഞ്ഞോ? അയ്യോ, അടുക്കളയിൽ പാതയത്തി ഇരിപ്പുണ്ട് എണ്ണ. അവൻ വരുമ്പോ ഇനിയും ഇരുട്ടും. ഇനിയിപ്പോ രണ്ടാമത്തെ കളിയും കഴിഞ്ഞേ വരൂ. കൊട്ടകെ പടം മാറിയ അന്ന് അവന് കാണണം. പക്ഷേ ആകെ ടിക്കറ്റിനുള്ള 2.5 ചക്രേ അവൻ ചെലവാക്കത്തുള്ളൂ. കടലയും കപ്പലണ്ടിയും പോലും വാങ്ങിച്ച് കഴിക്കത്തില്ല. പക്ഷേല് ഇന്നവന് നേരത്തെ കടയടച്ചേച്ച് വരാമായിരുന്നു. മോള് പോയി കിടന്നോ. അവൻ വരുമ്പോ ഞാൻ വിളിച്ചുണർത്താം. ആരാ? ഞാനാ. ഒന്ന് കുളിക്കണം.
നീ ഇതെന്താ ഇരുന്നുറങ്ങുന്നോ? നാണിയേ, എന്തോ? കുമാരി നാരായണൻ രാവിലെ വരുമെന്നല്ലയോ പറഞ്ഞേ? ഇതുവരെ കണ്ടില്ലല്ലോ. എടത്തുവായെന്നുള്ള ബോട്ട് വന്നില്ലയോ? അവരിങ്ങ് വരും, വരാതിരിക്കത്തില്ല. ഇച്ചിരി പതുക്കെ വന്നാ മതി. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ദേ അവരിങ്ങെത്തി. രണ്ടുപേർക്ക് ഇനി 4-5 ദിവസത്തേക്ക് പിടിപ്പത് ജോലിയാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവർ രണ്ടുപേരും വേണ്ടപ്പെട്ട ഒരു വിരുന്നുണ്ണാൻ വിളിച്ചിരിക്കുകയല്ലേ? ഉണ്ണുന്നത് ഒരു ജോലിയാ.
അനിയനുണ്ട്, തീർക്കരുതേ. പായസം വരുന്നുണ്ട്. ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോര്? വല്ലാത്ത ഉഷ്ണം. വയററിയാതെ തിന്നട്ടാ. ഇന്ന് തന്നെ പോണമെന്ന് നിർബന്ധം എന്തുവാ? കട ഒരു 5-6 ദിവസം തുറന്നില്ല എന്ന് വെച്ച് ബിസിനസ് ഒന്നും നിന്ന് പോകത്തില്ല. ഇപ്പൊ തന്നെ 4-5 ദിവസമായി. എടത്തുവായ്ക്കുള്ള ബോട്ട് ഇപ്പൊ വരും. ഇവളെ വിളിച്ചോണ്ട് പോകാൻ എന്നാ വരുന്നേ? എന്തിനാ അങ്ങനെ ചോദിക്കാൻ പോയേ? അവൾ ഇവിടെ നിൽക്കുമ്പോ അവൻ വരാതിരിക്കുവോ? ശരിയാ. എന്റെയുമായി കല്യാണം കഴിച്ച് അയച്ചിട്ട് നീ ഇങ്ങ് പോന്നു. സ്വഭാവദൂഷ്യമൊന്നും ഇല്ലാത്ത കൊച്ചനാണെന്നല്ലോ കേട്ടത്. എന്താ അമ്മേ? നിനക്കറിയാവല്ലോ, നിന്റെ അച്ഛന് വിഷമം വല്ലതും വന്നാൽ തലകർക്കോ നെഞ്ചുവേദനയൊക്കെ വരും. ചിലരൊക്കെ വന്ന് ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവിടെ ഇവിടെയും കേട്ട അപവാദങ്ങൾ. അവർ പുറത്തിറങ്ങിയതും കട്ടിലേക്ക് കയറി കിടപ്പുമായി.
എന്താ അച്ഛാ? എനിക്കൊന്നുമില്ല മോളെ. നിന്റെ അമ്മ വെറുതെ വെപ്രാളം പിടിക്കുന്നതാ. എനിക്കൊരു തലകറക്കം സ്ഥിരമായിട്ടുള്ളതാണല്ലോ. അങ്ങനെ തോന്നിയപ്പോൾ വന്ന് കിടന്നതാ. മോളെ, എന്താടിയാവും വിളിക്കാൻ വരാത്തെ? നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയിട്ട് ഇപ്പം മാസം ഒന്നായല്ലോ. എന്തെങ്കിലും കാരണം കാണണമല്ലോ. എന്താടി കാര്യം? അമ്മ ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? അച്ഛന് മരുന്ന് വാങ്ങിക്കാനുള്ളതാ. അപ്പൊ ചിട്ടിക്കടയ്ക്കുന്നതോ? ഓ, ഇനി ചിട്ടിയൊന്നും വേണ്ട. മാധവി, ഒന്ന് പതുക്കുന്നില്ലേ? ഞാനും ചന്തയ്ക്കാ. ഓ, പാറക്കുട്ടി ഇപ്പൊ ഞങ്ങളെയൊക്കെ അറിയുവോ? നിങ്ങളെല്ലാം കൂടെ ആ പാവം കുമാരിക്ക് ഒരു കല്യാണം ഒപ്പിച്ചു കൊടുത്തിട്ട് ഇപ്പൊ പെണ്ണ് തേണ്ട വീട്ടിൽ വന്ന് നിൽക്കുന്നു. ചെറുക്കനെ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ട്, അവൻ ചൊവ്വല്ലെന്ന്. അയ്യോ, അത് മാത്രം പറയല്ലേ കല്യാണി. ഇതുപോലെ സ്വഭാവ ഗുണമുള്ള ഒരു കൊച്ചനെ കാണാൻ പ്രയാസമാ. കുമാരിയെ കൊണ്ടാക്കിച്ചു പോയത് എന്താന്നറിയാവോ? എന്താ? അതിന് കാരണമുണ്ട്. പെണ്ണ് പിഴച്ചവളാ. അവനത് അറിഞ്ഞു. മോന്റെ അച്ഛൻ ഇതിന് ഇടനിലെന്ന് ആകെ ചീത്തയായി. അങ്ങേർക്കിതറിയാവോ? ഇപ്പൊ ചെറുക്കന്റെ കൂട്ടർ അങ്ങേരെ ചീത്ത പറയുക. എന്നാലും അവൾ അത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവളെ കണ്ട ആരെങ്കിലും പറയുവോ? അപ്പൊ നീ അങ്ങനത്തോളാ അല്ലയോ? എങ്ങനത്തോള്? ഇപ്പൊ അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറയാമല്ലോ. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും കൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തെമ്മാടിത്തരവാ, ദൈവദോഷമാ. മാനമര്യാദയായിട്ട് നടക്കുന്ന ഒരു കൊച്ചിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്? ആ തടിമാറിന് ചുണയുണ്ടെങ്കിൽ അവൻ എൻ്റെ മുമ്പിൽ ഒന്ന് പറയട്ടെ. അവളെ വേണ്ടാന്ന് വെച്ചാൽ എന്തിനാന്ന്? ഞങ്ങൾക്കിതിൽ പ്രയാസമില്ലാന്ന് ചേട്ടൻ വിചാരിക്കരുത്. അതൊന്നും ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. നാട് മുഴുവൻ ഞങ്ങളെ നാറ്റിച്ചു. അവൻ ഒഴിയണമെങ്കിൽ ഒഴിഞ്ഞോട്ടെ. പക്ഷെ സ്ത്രീധനമാണെന്നും പറഞ്ഞ് വാങ്ങിച്ച 500 രൂപ തിരിച്ചു കിട്ടണം. അതവൾ കഷ്ടപ്പെട്ട് ചിട്ടി പിടിച്ചുണ്ടാക്കിയതാ. കല്യാണ ചെലവൊക്കെ വേണ്ടെന്ന് വെക്കാം. അവര് പറയുന്നത് കല്യാണം ഒഴിയണമെങ്കിൽ ചെലവും നാണക്കേടും എല്ലാം കഴിച്ച് അവർക്ക് 1500 രൂപ അങ്ങോട്ട് കൊടുക്കണമെന്നാ. ആ പറഞ്ഞത് അടികൊള്ളേണ്ട വർത്തമാനമാ. നാണക്കേടുണ്ടാക്കിയത് ആരാടോ? അയാളോ ഞങ്ങളോ? കുമാരി ഇവിടെ ഉണ്ടായിരുന്നോ? നീ എപ്പം വന്നു മോളെ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്തിനാ വഴക്കിടുന്നത്? ഇതിലിപ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ എന്തോന്നാ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ കല്യാണം നടന്നിട്ടില്ല. പിന്നെ എന്തിനാ ഒഴിയുന്ന കാര്യം പറഞ്ഞു വഴക്കിടുന്നേ? അനാവശ്യം പറയുന്നോ? കല്യാണം നടന്നില്ലെന്നോ? പിന്നെ എന്തോന്നാ ഇവിടെ നടന്നത്? ഇല്ല അച്ഛാ, കല്യാണം നടന്നില്ല.
അറിഞ്ഞായിരുന്നോ? പൊറ്റയ്ക്കലെ നാറാവിള വന്നിട്ടുണ്ട്. ആ, ഇന്നലെ അതുപോലെ ഒരാൾ തെക്കോട്ട് പോകുന്ന പോലെ തോന്നി. പാണ്ടിയിലെങ്ങാണ്ട് കെട്ടിയോളും മക്കളും ഉണ്ടെന്നൊക്കെയാ പറയുന്നേ. എന്നാലും നെറിയുള്ളവനാ. പെറ്റ തള്ളയെ കാണാൻ 10-12 കൊല്ലം കൂടിയാണെങ്കിലും കറാലായിട്ട് വരും. അയാളെന്ന് പറഞ്ഞാ ആ തള്ളയ്ക്ക് 100 നാക്കാ. ശരിയാ, നാറാവിളച്ചേട്ടനൊരു സ്നേഹമുള്ളവനാ. അമ്മയുടെ കാലം കഴിയുന്നവരെ വരുമായിരിക്കും. വരുമ്പോഴെല്ലാം കരയിലുള്ള എല്ലാ വീട്ടിലും പോവും. വിശേഷം പറഞ്ഞിരിക്കും. ഊണ് സമയമാണെങ്കിൽ ഉണ്ണും. ഒരു വലിപ്പ ചെറുപ്പവും ഇല്ല. കഴിഞ്ഞ തവണ വന്നപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ച് കുടിച്ചേച്ച് പറയുവാ, ഇത്രയും സ്വാദുള്ള കഞ്ഞിയും ചമ്മന്തിയും കഴിച്ച നാള് മറന്നെന്ന്. പ്രാരാബ്ധക്കാർ വല്ലതും ചോദിച്ചു ചെന്നാൽ കൊടുക്കുകയും ചെയ്യും. നല്ല മനസ്സാ. ചിന്നമ്മ ഇല്ലേ? ആരാ? ആ, നാറാവിള ചേട്ടനോ? ചേട്ടന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ചേട്ടൻ എന്ന് വന്നു? ഞാൻ ഇന്നലെ വന്നു. പിന്നെ ചിന്നുവിക്ക് ക്ഷേമം തന്നല്ലോ? ഓ, എന്തോന്നാ ചേട്ടാ, കഴിയുന്നു. നാറാവിള ചേട്ടൻ ഓരോന്ന് നരച്ചല്ലോ. അത് അങ്ക ഊരിലെ ചൂട്. ഊരു വിട്ടു പോയപ്പോഴത്തെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അവളോ മോശമൊന്നുമില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. 5th ഫാറത്തിൽ 5ാം തവണയും തോറ്റപ്പോ ഇനി തറവാട്ടിന്ന് കഞ്ഞിയും ചോറും കൊടുക്കണ്ടെന്ന് കാരണവര് പറഞ്ഞെന്നും രാഖി രാമായണം ആരോടും പറയാണ്ട് ചരക്ക് വെള്ളം കയറി നാട് വിട്ടു എന്നൊക്കെയാ കേട്ടിട്ടുള്ളത്. സിന്നു പറഞ്ഞതിൽ 2 തെറ്റുണ്ട്. 5th ഫോറത്തിൽ നമ്മൾ 4 പ്രാവശ്യമേ തോറ്റിട്ടുള്ളൂ. അയ്യോ, ചേട്ടൻ മറന്നതാ. ചേട്ടൻ 5th ഫാറത്തിൽ 5ാം കൊല്ലം ഉറച്ചിരിക്കുമ്പോഴാ ഞാൻ ചേട്ടന്റെ ക്ലാസ്സിലോട്ട് ജയിച്ചു വരുന്നേ. പരമുള്ള സാറ് പഠിപ്പിച്ചുകൊണ്ട് നിന്നപ്പോ പുറകിലത്തെ ജനല് ചാടി മുറ്റത്തൂന്ന് ഞങ്ങൾക്ക് നെല്ലിക്ക പറിച്ചോണ്ട് തന്നതും ഇതൊന്നും അറിയാതെ സാറ് പുസ്തകം നോക്കി പഠിപ്പിച്ചോണ്ട് നിന്നതുമല്ല ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട് എനിക്ക്. இந்த மாதிரி ഡീറ്റെയിൽസ് എല്ലാം സിന്നു കറക്റ്റാ ஞாபகம் വെച്ചിരിക്കുന്നല്ലോ. രണ്ടാമത്തെ കാരണം ചിന്നു ஞாபகம் இருக்கா அந்த சந்திப்பு? അതൊന്നും ഓർമ്മിപ്പിക്കാ ചേട്ടാ. മനസ്സിന്റെ ബലം കൊണ്ട് ഞാൻ തെറ്റിയാതെ രക്ഷപ്പെട്ടു. അതെല്ലാം ഒരു കാലം, എല്ലാമേ മാറിയാച്ച്. പിന്നെ സിന്നുവിനുടെ കുളന്തകൾ ഇല്ല. ഓ കടവുളെ, മുന്നേ നാം വന്നപ്പോ സിന്നുവുക്ക് ഗർഭമല്ലേ? അത് പെറ്റിട്ട് 7ാം പക്കം മരിച്ചുപോയി. ഓ, അക്കച്ച് എഴുതണ മാതിരി ஞாபகമുണ്ട്. നാറാപിള്ളച്ചേട്ടൻ എത്ര പിള്ളേരാ? നമുക്ക് 8, തടിമാടന്മാർ 4, പൊണ്ണ് 4. എല്ലാവരും നല്ലാവേ ഇருக்கு. அப்போ அது சிந்திக்க வேண்டும் விஷயம். அதாவது சின்னுவுக்கு எத்தனை தடவை கர்ப்பமாயிருக்கு? 6 പ്രാവശ്യം. அப்போ அதாவது சின்னுவுக்கு குழப்பம் இல்லை. പിന്നെ அதுதான் சிந்திக்க வேண்டும் விஷயம். അതെന്തോന്നാ? நான் പറയட்டுமா? പറ. രാമൻ പിള്ളയ്ക്ക് താൻ കുഴപ്പം. 4-5 വർഷം മുമ്പ് വൈസ്കര മൂസദിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു. ഇവിടത്തേക്ക് പ്രത്യേകമായ ചികിത്സയും വിധിച്ചു. അതിനുശേഷം ജനിച്ച കുഞ്ഞ് 1.5 മാസം ജീവിച്ചു. പിന്നെ കുറെ കാലം ചേർത്തല ചിന്നം വൈദ്യർ ചികിത്സിച്ചു. വൈദ്യരുടെ അഭിപ്രായത്തിൽ കുഴപ്പം എൻ്റേതായിരുന്നു. അദ്ദേഹത്തിനാ കുഴപ്പമെങ്കിൽ ഗർഭം തന്നെ ഉണ്ടാവത്തില്ലെന്നാ ചിന്നം വൈദ്യർ പറയുന്നേ. கொஞ்சம் கூட சரியில்லை. இந்த மாதிரி 2-3 கேஸ் எனக்கு தெரியும். ராஜபாளையத்துக்கு அப்புறம் ஒரு பெரிய ஜமீன்தார் இருக்கு. ஒரு நாடு முழுவதும் அயாளுடைய பெரிய கொட்டாரம். ஆனா குழந்தைகள் இல்லை. காசி ராமேஸ்வரம் காளைக்கட்டு எல்லா இடத்துமே போயாச்சு. ஆனா என்ன பலம்? காலம் கழிஞ்சா சொத்துக்கள் சர்க்காருன்னு என்ன செய்யும்? கடைசியில் எப்படியாய் தெரியுமா? ஆணும் பெண்ணும் கூடி ஆலோசிச்சு அவளுடைய ஒரு குதிரைக்காரன் இருக்கு. கோமளன், தடிமாடன், செருப்பம். ஒரு சாயந்தரம் அம்மாளு குதிரைக்காரனை கூப்பிட்டு எண்ணெய் தேய்ச்சி குளிச்சு வர சொல்லி
அப்புறம் அத்தரைக்கு இத்தரெல்லாம் பூச சொல்லி പിന്നെ சாப்பாடு போட்டாச்சு. അമ്മാള് കുളിച്ച് 1000-2000 രൂപ സേലയെ ചുറ്റി പൂവ് ഗീവെല്ലാം ചൂടി വെറ്റിലപ്പാക്ക് സവച്ച്. അപ്പുറം അമ്മാള് കുതിരക്കാരനോട് പറഞ്ഞു കേരടാ മുറിയിലെന്ന്. പുറകെ അമ്മാളും കയറി കഥ കടച്ചു. പിന്നെ എന്നാ സിന്നു ചോദ്യം? 10ാം മാസം അമ്മാള് പ്രസവിച്ചു. അരുമയാണ് ഒരു ആൺകുളന്തെ. 7 ദിവസമായിരുന്നു ആഘോഷം. ഇല്ലാവിട്ട സെമിന്താരി പൂര സർക്കാരിന്. ചോറായിട്ടുണ്ട്, ഉണ്ടേച്ചു പോകാം. അയ്യോ സിന്നു, ഇന്ന് വീട്ടിലെ സാപ്പാട് കഴിക്കണമെന്ന് അക്കച്ചി പറഞ്ഞിരിക്കുന്നു. നാളെ കണ്ടിപ്പാ വരാം. രാമൻപിള്ള എപ്പോ വരും? ഇന്ന സമയമൊന്നുമില്ല, എന്നാലും വരുമ്പോ ഇരുട്ടും. ആ പൊറ്റിക്കലെ നാറാവിളച്ചേട്ടൻ കുറേ ദിവസമായിട്ട് പറയുന്നു തിരിച്ചു പോകുന്നതിന് മുമ്പ് കാണണമെന്ന്. അതെങ്ങനാ? വെളുപ്പിനെ ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുമ്പോ പാതിരാത്രി ആവുമല്ലോ. അയാൾ ഇതുവരെ പോയില്ലേ? അങ്ങേരെ സ്നേഹമുള്ളവനാ. ഇവിടുന്ന് പോയിട്ട് ഇത്രയും കാലമായിട്ടും വല്ലപ്പോഴും വന്ന് എല്ലാരെയും കാണണമെന്നുണ്ടല്ലോ. നാറാപിള്ളച്ചേട്ടൻ പറയുന്ന എന്റെ കുറ്റമല്ലെന്നാ. എന്തോന്ന്? കൊച്ചുങ്ങള് വാഴാത്തതേ. പിന്നെ എന്റെയാ? ഇതൊന്നും പറയുന്നത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നമ്മൾ ഇനി ചെയ്യാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? പോയിട്ടില്ലാത്ത അമ്പലങ്ങളുണ്ടോ? കഴിക്കാത്ത മരുന്നുകളുണ്ടോ? നടത്തിയിട്ടുള്ള പൂജയ്ക്കും മന്ത്രവാദത്തിനും കണക്കുണ്ടോ? ദൈവനിശ്ചയമാണെന്ന് കരുതി സമാധാനിക്കാനേ പറ്റൂ. നോക്കൂ സിന്നു, നമുക്ക് 8 മക്കൾ, 4 ആണും 4 പൊണ്ണും. ഗോവിന്ദനമാൻ വരുന്നുണ്ട്. ചിന്നുവമ്മ ഹരിദ്വാർക്ക് പോയിട്ടില്ലല്ലോ. ഹരിദ്വാരുടെ അർത്ഥം തെരിയുമാ? ഹരിയുടെ പെരുമാളുടെ വാസൽ എന്നർത്ഥം. அப்பப்பா அங்க கங்கா மாதாவுக்கு தினமும் சந்திக்கு பூஜை செய்யும். அங்கெல்லாம் ஆரதின்னு சொல்லுவாங்க. கோவில்னு மட்டுமல்ல, ஆற்றங்கரையில் பூரா விளக்கலங்காரம். நமஸ்காரம், உட்காருங்க. നാരായണൻ നാട് വിട്ടിട്ടും മര്യാദകളൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഐശ്വര്യം ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞോണ്ടിരുന്ന എവിടുത്തെ കാര്യമാ? ഹരിദ്വാറിലെ വിശേഷങ്ങളാ. അവിടൊക്കെ ചെന്ന് കാണണമെങ്കിൽ മുജ്ജമ്മ സുഹൃതം ചെയ്യണം കുഞ്ഞേ. ഈ കുഴിവട്ടത്തിൽ കിടന്ന ഇതുവല്ല നടക്കുവോ? இன்னும் உயரத்திலே செல்லும்போ ரிஷிகேஷ் நிறைய சாமியார்மாரெல்லாம் அங்கே ஆசிரமம் வச்சிருக்காங்க. അവിടെ ഭക്തർക്ക് എല്ലാ വസതിയും കിടക്കും. കിടക്കാൻ ഇടം, സാപ്പാട്, മൂടാൻ കമ്പിളി എല്ലാം. ഋഷികേശിലെ ചെല്ലുമ്പോ കടവുൾ പക്കം ചെന്ന മാതിരി ഒരു ഇത്. ഭഗവാനേ കൃഷ്ണ. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഭക്തിമുക്തിദായക പുരന്ദരാതിസേവിത ഭാഗ്യവാരി ദേവി ഭോ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ. ആരാ? ഇന്നെന്താ നേരത്തെ? നേരത്തെ വന്നതും കുറ്റമായോ? പതിവില്ലാതെ വന്നോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അതിനെന്തിനാ കയറിയിരിക്കുന്നേ? നിനക്ക് ഈയിടെയായിട്ട് എന്തോ ഒരു ഏനക്കേടുണ്ട്. എനിക്കോ? എന്തിനാ? അതെനിക്കെങ്ങനെ അറിയാം? എന്നോട് എന്തിനാ ദേഷ്യം? എനിക്ക് ദേഷ്യം എന്നോട് തന്നെ. അതെന്തിനാ? എന്റെ കുറ്റമാണെന്നല്ലേ ചിന്നു പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞോ? വൈദ്യര് പറഞ്ഞതല്ലേ. ചിലപ്പോ എന്റെ കുറ്റമായിരിക്കും.
വിടത്തില്ല. അപ്പൊ അതാ നേരത്തെ വന്നത് അല്ലയോ? നോക്കൂ സിന്നു, ഇന്നേക്ക് 10ஆம் മാസം അരുമயான ഒരു ആൺകുളന്തെ കട്ടായം ഞാൻ കൈയടിച്ചു പറയുന്നു. അത് ശരിയാണോ നാറാപിള്ള ചേട്ടാ? അതൊരു പെണ്ണാപ്പറന്നൊക്കെ ചേർന്നതാണോ? ആ കുളന്തയ്ക്ക് ദീർഘായുസ് കിടക്കോ? കടവുൾ കാപ്പാത്തു. വേണ്ട നാറാപിള്ള ചേട്ടാ, വേണ്ട. നാറാപിള്ള ചേട്ടൻ പോ, വേഗം പാണ്ടിയിലേക്ക് പോ. എന്നിട്ട് കെട്ടിയോളെയും കൊച്ചുങ്ങളെയും കാണും. എന്നാ സിന്നു ഇത്? നാറാപിള്ള ചേട്ടൻ പോ, എന്നെ വിഷമിപ്പിക്കാതെ. എനിക്ക് വലിയ വിഷമമാ. നാ മുതലേ പുറപ്പെട്ടു പോകും മുമ്പ് നീ പറഞ്ഞു അത് ശരിയല്ല, ഗർഭമുണ്ടാകും, ആമ്പടിയാൻ ഉണ്ടാകട്ടുമെന്ന്. ഇന്ന് നിനക്ക് ആമ്പടിയാനുണ്ടല്ലോ. ഇന്ന് അതുകൊണ്ടാ പറയുന്നത്. ആമ്പടിയാനുള്ള പെണ്ണുങ്ങൾ തെറ്റ് ചെയ്യരുത്. ഇത് തെറ്റാ. അപ്പോ കുളന്തേ? അത് ദൈവം തരും. എന്നുടെ ആശ? ആ ആശ അങ്ങ് കള. അതങ്ങ് കള നാറാവുള്ള ചേട്ടാ. ഒരു പക്ഷേല് ഈ വയസ്സുകാലത്ത് എന്നെ നോക്കാൻ എനിക്കൊരു കൊച്ചിനെ കിട്ടിയേനെ. അല്ലെങ്കിൽ അതങ്ങനെ തിട്ടമായിട്ട് പറയാൻ പറ്റും. ഇപ്പൊ നിറയും മുറയെങ്കിലും മിച്ചമുണ്ടല്ലോ. കാമാക്ഷി, കാമാക്ഷി. ആരത്? ഞാനാ. കഥവ് തുറക്കൂ. ഇല്ല, നിങ്ങൾ പോകൂ. അപ്പോ വരാൻ പറഞ്ഞതോ? കാമാക്ഷി, കാമാക്ഷി. ബ്രിട്ടീഷുകാരെ അങ്ങോട്ട് ഇറക്കി വിട്ട പിന്നെ എല്ലാം അങ്ങ് ശരിയാവൂന്നല്ലയോ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നിട്ടിപ്പോൾ എന്തോ ആയി? കണ്ടില്ലയോ നേതാക്കന്മാരെല്ലാം കിടന്ന് വെള്ളം കുടിക്കുന്നത്? പെരുവഴിയിൽ ഇറങ്ങി നിന്ന് കീജെ വിളിക്കുന്നത് പോലെ അല്ല രാജ്യഭരണം. അതിന് അതിൻ്റെതായ ഒരു പാരമ്പര്യവും കീഴ്വഴക്കവും അച്ചടക്കവും ഒക്കെ വേണം. പിന്നെ ദീർഘവീക്ഷണം. നമ്മുടെ മുമ്പിൽ കാണേണ്ടത് നാളെയാണ്, ഭാവിയാണ്, വളർന്നു വരുന്ന തലമുറയാണ്. എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു! ഇതൊക്കെ നടപ്പാക്കണ്ടേ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. എല്ലാം ശുഭമായി നടക്കട്ടെ. പിന്നെ വല്ലതും അറിയിക്കാനുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരികയും ചെയ്യാം. ഓഹോ, വരട്ടെ. പോട്ടെ. ഇഷ്ടപ്പെട്ടല്ല? എന്നാ ശരി. ഈ ആലോചനയെങ്കിലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതാ. എല്ലാം ഒത്തു വന്നതുവാ.
പ്രായം ഇച്ചിരി കൂടുതലാണെങ്കിലും നല്ല കുടുംബക്കാരനാ, പഠിപ്പും സൗകര്യമുള്ള കൊച്ചനാ എന്നൊക്കെ വിചാരിച്ചാ ഇത് ആലോചിച്ചത് തന്നെ. എന്നിട്ടിപ്പോൾ അയാൾക്ക് സുഭദ്രയാണെങ്കിൽ മതിയെന്ന്. അതെന്തൊരു ന്യായമാ മോളെ? നീ അവളേക്കാൾ 5 വയസ്സിന് മൂത്തതല്ലയോ? മൂത്തത് നിൽക്കുമ്പോൾ ഇളയതിനെ എങ്ങനെ അയക്കുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കേശവപിള്ള പറയുക, നമ്മുടെ വീട്ടിൽ വന്ന നല്ലൊരു ബന്ധവാ, അത് വിട്ടുകളയരുതെന്ന്. സുഭദ്രയുടെ വിവാഹം നടക്കട്ടമ്മേ, എനിക്ക് വിഷമമൊന്നുമില്ല. നിന്നോട് എങ്ങനെയാ ഇത് പറയുന്നതെന്ന് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. ഇതെന്താ ചേച്ചി ഇങ്ങനെ? ചേച്ചി ഇത് എന്തോന്ന് ആലോചിച്ചോണ്ടാ ഇങ്ങനാണോ പൊട്ടുകൊടുന്നേ? മഷിയെല്ലാം കൂടി പടർന്നിരിക്കുന്നു. സമയമായി. എന്താ മോളെ ഇത്? പെണ്ണിനെ പന്തലിലിറക്കാനുള്ള സമയമായി. അമ്മായിക്കൂടെ അവിടെ ഇരുന്നാട്ടെ. അമ്മ എന്തി? അമ്മ വന്നേ. അങ്ങോട്ടിരുന്നാട്ടെ. ചേച്ചിക്ക് ദക്ഷിണ കൊടുക്കണ്ടായോ? ആ വെട്ടി ഇങ്ങനെ നേരെ ഒരുപാടായി. ഇവിടെ ആണെങ്കിൽ ഒന്നും ഒട്ടായതുമില്ല. അവരാദ്യമായിട്ട് വീട്ടിൽ വരുമ്പോൾ നേരത്തിനും കാലത്തിനും വല്ലതും വെച്ചു കൊടുക്കണ്ടായോ? നീ അവിടെ നിന്ന് എഴുന്നേറ്റ് എത്ര നേരമായിട്ട് അതും കൊണ്ടിരിക്കുന്നു? ഈ സുഭദ്ര ചേച്ചി ഇല്ലേമ്മേ, എത്ര വിളിച്ചിട്ടും കതക് തുറക്കുന്നില്ല. രാവിലെ കാപ്പിയും കുടിച്ചേച്ച് അകത്തുകയറി കുറ്റിയിട്ട് കിടക്കുക. വിളിക്കുമ്പോ മിണ്ടുന്നില്ല. ഇച്ചിരി കഴിയുമ്പോ അടക്കം പറയുന്ന കേക്കാം. നിന്നോട് ആര് പറഞ്ഞു അവളെ പോയി വിളിക്കാൻ?
നിനക്ക് വിശപ്പില്ലയോ? അയാളൊരു പഴുപ്പനാ. അത് ഞാൻ സഹിച്ചു. പഴുപ്പനാണേലും ഞാനൊന്നും പറയുന്നില്ല. സുഭദ്രേ, സുഭദ്രേ, എണീറ്റെന്നാ തോന്നുന്നേ. എവിടായിരുന്നു എന്നെ തനിച്ചു വിട്ടേച്ച്? ഓ, ഏയ്,
അമ്മയോട് പല പ്രാവശ്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. എന്നോട് നിനക്ക് എന്തുവാ വിളിക്കാനുള്ളത്? എൻ്റെ മക്കൾക്ക് ഒരാവശ്യം വന്നാൽ എന്നെ കഴിയുന്നിടത്തോളം ഞാനത് ചെയ്തു തരും. അതിന് എന്താ അമ്മേ, എന്താ ഞാൻ വന്നപ്പോൾ നിർത്തിയത്? ഓ, ഒന്നുമില്ല, നിനക്ക് കേൾക്കാനുള്ളതല്ല. ചെന്നാൽ ഉടനെ എഴുത്തയക്കണേ മോളെ. നീ ആ കൊച്ചിനെ അറിയുമോ? കല്യാണം കഴിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് അഴിഞ്ഞാടി കിടക്കുന്നുള്ളതുമല്ല, മര്യാദയ്ക്ക് കടന്നു പോകും. കുട്ടാ, കാമാക്ഷിക്ക് വയസ്സ് എത്രയായെന്ന് അവളെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കണ്ടായോ? അവളെ അയച്ചിട്ടേ ഞാൻ വിവാഹം കഴിക്കാമേ.
കൂടെ ഞാനിപ്പോൾ വരുന്നത് ശരിയല്ല. അമ്മയോട് നേരിട്ട് പറയാൻ പ്രയാസമുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റു. കാര്യം പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവും. അനി ഞാൻ കടമുക്ക് നിൽക്ക്, ഞാൻ ഇതേ വന്നേച്ചു. എന്താ കേശപിള്ളേ, ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് കാലം ഒത്തിരി ആയല്ലോ. വരണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ഇതുവരെ നടന്നില്ലെന്ന് പറഞ്ഞാ മതിയല്ലോ. കേറിയിരുന്നാട്ടെ, ഞാൻ ദാ വരുന്നു. ഓ, നടക്കുന്ന ആലോചന വല്ലതും ഉണ്ടോ കേശപിള്ളേ? അവക്ക് വയസ്സ് 30 കഴിഞ്ഞു. വലിയ ഉദ്യോഗമൊന്നും ഇല്ലേലും 4 ആള് കേട്ടാ കുറ്റം പറയാത്ത ഒരു കുടുംബക്കാരനായാൽ മതി. അവിടെ ഇളയതും വളർന്നു വരുമല്ലയോ. കേശമുള്ള അന്വേഷിക്കാഞ്ഞിട്ടാന്നോ ഇവിടോട്ടൊരു പയ്യനെ വിളിച്ചോണ്ട് വരുമ്പോ എല്ലാം നോക്കണ്ടായോ? അവളെ കൊള്ളാവുന്ന ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കാൻ പറ്റിയിരുന്നെങ്കിൽ സമാധാനമായിട്ട് കണ്ണടയ്ക്കാമായിരുന്നു. അമ്മയുടെ വിഷമമൊക്കെ എനിക്കറിയാം. കാമാക്ഷി കൊച്ചിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കുട്ടിന് നല്ലൊരു ആലോചനയാണ് വന്നിരിക്കുന്നേ. നല്ല കുട്ടി, ഒറ്റ മോള്, വേണ്ടത്ര സ്വത്ത്, കുട്ടൻ്റെ ജോലിസ്ഥലത്തിന് അടുത്ത് തന്നെ പെണ്ണിന് വീട്. ഇത് വിട്ടുകളയാൻ പാടില്ല. കുട്ടൻ ഇത്രയും കാലം അനിയത്തി അയക്കാൻ വേണ്ടി കാത്തില്ലയോ? എനിക്കറിയാം. എന്നോട് നേരിട്ട് പറയാൻ അവന് പ്രയാസം കാണും. കുട്ട, എൻ്റെ കാമാക്ഷി എന്നും ഇങ്ങനെ വീട്ടിൽ ഇരുന്നാൽ മതിയോ? ആലോചിക്കാനായിട്ടല്ലമ്മേ, ഒരുത്തം വന്ന എൻ്റെ ഓഹരിയിൽ പകുതി ആയി കൊടുക്കാം. ഇപ്പം വരുന്ന ആലോചനയെല്ലാം പൊടിമോക്ക. കാമാക്ഷിക്ക് ഇനി മംഗല്യഭാഗ്യം ഇല്ലയോ? സരോജം, മുഹൂർത്തമായി.
എനിക്കാണെങ്കിൽ ഒരു ദിവസം അവിടുന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ സുഭദ്രയുടെ അമ്മയ്ക്ക് കൂടുതലാണെന്ന് കേട്ടപ്പം വരാതിരിക്കാൻ പറ്റൂ? കുട്ടാ, സുഭദ്രേ, സരോജം, എൻ്റെ കാമാക്ഷി, ചേച്ചിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ അമ്മേ? നീ പെറ്റ് ഒരു കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് മരിച്ച കൊള്ളാം. മിനി, നീ ഹോംവർക്ക് ചെയ്തോ? ഓ എപ്പോഴേ ചെയ്തു അമ്മേ. ഞാനും മുത്തും പേരമ്മയുടെ കൂടെ കിടന്നോട്ടോ. ആ, എന്റെ പൊന്നും മോളല്ലേ? ഞാൻ പേരമ്മയുടെ പൊന്നുമോളല്ലേ? അയ്യോ, നല്ല കാര്യമായി. മുത്തും എന്റെ പൊന്നു മോള. എന്റെ പൊന്നു മക്കള്. എന്തെങ്കിലും ഈ പേരമ്മയോട് പിണങ്ങുവോ? ഇല്ല. നല്ല മക്കള്. സുഭദ്രേ, എന്തോ? പേരമ്മയ്ക്ക് എന്താ മക്കളില്ലാത്തെ? അതോ, എനിക്ക് മക്കളായിട്ട് നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ. പേരമ്മ നിങ്ങളോട് താമസിക്കുവോ? ഉം. എന്നും?
എനിക്ക് നിങ്ങളേ ഉള്ളൂ. മിനി, മുത്തേ, ഇതുവരെ ഉറങ്ങിയില്ലേ? നാളെ സ്കൂളുള്ളതാ. എൻ്റെ പൊന്നു മക്കൾ ഉറങ്ങിക്കോ. ഇല്ലെങ്കിലും അമ്മ പേരമ്മ വഴക്ക് പറയും. ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരുത്തണേ. സുഭദ്രേ, സുഭദ്രേ. സുഭദ്ര കുളിമുറിയില്ല. കുറേ നാളായി വിചാരിക്കുന്നു, ഞാൻ കാമാക്ഷിയോട് ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണ്. മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആ പരമേശ്വരൻ പിള്ളയുടെ ഭാര്യയാണോ? അല്ല, ഭാര്യയുടെ ചേട്ടത്തിയാ. ഓഹോ. അവർക്കെന്താ ഇതൊക്കെ അറിഞ്ഞിട്ട്? സാറുണ്ടോ? സാറില്ലേ? ഇല്ല, പുറത്തു പോയിരിക്കുക. എന്നോട് വരാൻ പറഞ്ഞിരുന്നതാണല്ലോ. എവിടുന്നാ? മാവേലിക്കരയെന്നാ. കൂപ്പ് ലേലം പിടിക്കുന്ന കാര്യമാ. രാവിലെ വീട്ടിൽ കാണുമെന്നാണല്ലോ പറഞ്ഞിരുന്നേ. ഒരത്യാവശ്യത്തിന് ആലപ്പുഴ വരെ പോവാനുണ്ടായിരുന്നു. കച്ചേരിയിൽ എന്തോ കാര്യത്തിനാ. അരപ്പുരയ്ക്കലെ ചാക്കോ വന്നിരുന്നെന്ന് പറഞ്ഞാൽ മതി. പുള്ളിക്കാരന് കാര്യം മനസ്സിലാവും. ഇരിക്കുന്നില്ലയോ? ഇല്ല, ഇരുന്നാ പറ്റത്തില്ല. ചേച്ചിക്ക് എന്നെ വിളിച്ചൂടായിരുന്നോ? ഇവിടെ പല കാര്യത്തിന് പലരും വരുന്നതാ. അവരോടൊക്കെ മറുപടി പറയാൻ ചേച്ചി എന്തോന്നറിഞ്ഞിട്ടാ? അനിയത്തി വയ്യാതെ കിടക്കുമ്പോ വിളിക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കുറ്റായോ? അവനവന്റെ നില അറിയണം. ഇല്ലെങ്കിൽ എല്ലാരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ഒരേ സമയം ചേട്ടത്തി അനിയത്തിയും കൂടെ വെച്ചോണ്ടിരിക്കുന്നെന്നാ ഇവിടുത്തുകാരുടെ സംസാരം. ഒന്ന് പതുക്കെ പറ സുഭദ്രേ, ആ പാവം കേക്കണ്ട. അപ്പോ അവള് പാവം, ഞാൻ ഭയങ്കരി അല്ലയോ? ഓ എന്റെ സുഭദ്രേ, ഈ അവസ്ഥയിൽ നീ ഇങ്ങനെ കരയാനും വിഷമിക്കാനും ഒന്നും പാടില്ല. എന്റെ തങ്കം, ഇതൊന്ന് നിർത്ത്. അങ്ങനെ ഇപ്പൊ വലിയ സ്നേഹമൊന്നും അഭിനയിക്കണ്ട. എനിക്കെല്ലാം അറിയാം. അവളെ കാണാൻ വന്നിട്ട് പിന്നെ ആര് പറഞ്ഞു എന്നെ കെട്ടിക്കൊള്ളണമെന്ന്? നിന്നെ കണ്ടപ്പോ തോന്നി എനിക്ക് ചേർന്നത് നീയാണെന്ന്. എന്നിട്ടിപ്പോ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല അല്ലയോ? നാട്ടിലോട്ടൊന്ന് അന്വേഷിച്ച് നോക്ക്, ആളുകൾ എന്തൊക്കെയാ പറയുന്നേന്ന്. നമ്മൾ വിചാരിച്ച ആളുകളുടെ വായടയ്ക്കാൻ പറ്റുമോ? വേണമെന്ന് വിചാരിച്ചാ പറ്റും. അതെങ്ങനെ? വീടും പറമ്പും കഴിയാനുള്ള വകയൊക്കെ അമ്മ ചേച്ചിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവൾ അവിടെ പോയി കഴിയട്ടെ, മറ്റുള്ളവർക്കെങ്കിലും സമാധാനമായിട്ട് കഴിയാമല്ലോ. അപ്പൊ നീ പറയുന്നത്
ചേച്ചി വാശി പിടിക്കരുത്. ചേച്ചി ഇങ്ങനെ ഇവിടെ തനിയെ കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും? ഞങ്ങൾ ചേച്ചിയെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ. അനിയത്തി സമാധാനമായിട്ട് പോവൂ. നിങ്ങൾക്കാർക്കും ഈ വല്യേച്ചി ഒരു അപമാനവും വരുത്തത്തില്ല. കുട്ടേട്ടനോട് ഇത് തന്നെ പറഞ്ഞു എന്ന് കേട്ടു. ചേച്ചിയെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? വിഷമിക്കാതെ കുഞ്ഞെ. ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെ കഴിയാനായിരിക്കും വിധി. എന്ന് മാത്രമല്ല, ഇങ്ങനെ തനിച്ച് കഴിയുന്നതാണ് എനിക്കിപ്പോൾ ഇഷ്ടം. എങ്കിലും ഒരാൺതുണയില്ലാതെ ഒറ്റയ്ക്ക് അതെന്താ ചേച്ചി ചിരിച്ചു കളഞ്ഞേ? തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോ ഈ പുരയ്ക്ക് തൂണ് ഞാനാണ്. കാമാക്ഷി, ആരത്? ഞാനാ കേശവൻ. കഥ ഒന്ന് തുറന്നേ. എന്താ തുറക്കാത്തെ? ഇല്ല ഇല്ല. പകലേ പറഞ്ഞതോ? എത്ര നേരമായി ഞാനിവിടെ നിൽക്കുന്നു. ഒന്ന് തുറക്കൂ കാമാക്ഷി. നിങ്ങൾ ദയവായി പോകൂ. ഞാൻ നിങ്ങൾ കരുതുന്ന തരക്കാരി അല്ല. എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. ദയവായി ക്ഷമിക്കണം. എൻ്റെ മനസ്സൊന്ന് ചാഞ്ചാടിപ്പോയി. പക്ഷെ ഇല്ല, ഇനി ഒരിക്കലും അത് സംഭവിക്കുകയില്ല. പുരുഷനില്ലാതെ ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് ജീവിക്കാൻ കഴിയണമല്ലോ.